നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു ഏൽപ്പിച്ച പണി തന്നെ ആണ് മുസ്ലിങ്ങളും ചെയ്യേണ്ടത്. അതൊരു 8-9 തലക്കെട്ടിൽ ഖുർആൻ തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട്. ആ പണിയെ നബി ചെയ്തിട്ടുള്ളൂ, ആ പണിയെ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. അതിലൊന്നാമത്തെ പണി ബല്ലിഗ് ബിമാ ഉൻസില ഇലൈക വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ. ഞാൻ എന്താണോ എത്തിച്ചു തന്നത് അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക, തബ്ലീഗ് ചെയ്യുക. തബ്ലീഗിന്റെ പണി എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ എന്ത് സന്ദേശമാണ് ജനങ്ങൾക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് അറിയാത്ത ജനങ്ങളിലേക്ക് എത്തിക്കും. ഇത് നബിയുടെ ഒന്നാമത്തെ പണി. രണ്ടാമത് വദഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന വജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ. എത്തിച്ചാൽ പോരാ, ആളുകളെ ക്ഷണിക്കണം, ദഅവത്ത് ചെയ്യണം. രണ്ടാമത്തെ പണി ദഅവത്തിന്റെ പണിയാണ്. ഇസ്ലാം ആളുകളിലേക്ക് എത്തിച്ചു കൊടുത്താൽ പറയാം, ഇസ്ലാമാണ് നിങ്ങളുടെ ജീവിത പരാജയങ്ങളുടെ നിധാനം, അതുകൊണ്ട് നിങ്ങൾ ഇസ്ലാമിലേക്ക് വരൂ എന്ന് പറയണം, ക്ഷണിക്കുക ആളുകൾ. മൂന്നാമത്തെ പണി വിശുദ്ധ ഖുർആൻ തന്നെ പറയും, ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്. ഇസ്ലാഹ് ചെയ്യുകയാണ്, സംസ്കരിക്കുക. യുസ്ലിഹൂന മാ അഫ്സദൻ നാസ്. എവിടെയാണോ കേടുള്ളത് അത് സംസ്കരിക്കണേനാണ് ഇസ്ലാഹ് എന്ന് പറയുന്നത്. ഇസ്ലാഹി പ്രവർത്തനം അത് നബിയുടെ ഒരു ദൗത്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു ഏൽപ്പിച്ച ഒരു പണിയാണ്. ചില ആളുകൾ പറയും ആ പണി മാത്രമേ ഏൽപ്പിച്ചുള്ളൂ. അപ്പോൾ ഇസ്ലാഹി പ്രവർത്തനം മാത്രമല്ല, പണികളിൽ ഒന്നതാണ്. നാലാമത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു ഏൽപ്പിച്ച ദൗത്യം എന്ന് പറയുന്നത് ഫദക്കിർ ഇൻ നഫഅതി ദിക്റ. നീ ആളുകൾക്ക് ഉത്ബോധനങ്ങൾ നൽകുക, തദ്കിറത്ത് ചെയ്യാം. ഫദക്കിർ എന്ന് പറഞ്ഞാൽ തന്നെ അതിനർത്ഥം ഒരു കാര്യം ആവർത്തിച്ച് പറയാന്നുള്ളത്. റിപ്പീറ്റ് ചെയ്യുന്ന കാര്യമാണ് മനസ്സിൽ നിൽക്കുക. പറഞ്ഞു പോകുന്നത് ഫ്ലാഷ് ചെയ്യണത് നിൽക്കൂല. മനുഷ്യന്റെ മെമ്മറി പവർ കുറയാനുള്ള കാരണം ആധുനിക വൈദ്യശാസ്ത്രം പറയുന്ന ഫ്ലാഷ് ചെയ്യുന്നതാണ്. നമ്മളിങ്ങനെ സ്ക്രീന് നീക്കി നീക്കി കഴിയുന്ന ജനറേഷന് മെമ്മറി പവർ കുറയും, ഓർമ്മശക്തി കുറയും. നമ്മളൊക്കെ അങ്ങനെയുള്ള ഒന്ന് പൂർണ്ണമായി കേൾക്കൂല, കേട്ടത് വീണ്ടും കേൾക്കൂല, അതന്നെ പകുതിയിൽ നിന്ന് അപ്പുറത്തേക്ക് ചാടും. ഫദക്കിർ ഇൻ നഫഅതി ദിക്ർ. ആളുകൾക്ക് ഉത്ബോധനങ്ങൾ നൽകുക, അത് പറഞ്ഞു തന്നെ വീണ്ടും പറയുക, ആവർത്തിച്ച് ചെയ്യുക, അവരുടെ മനസ്സിൽ അത് തങ്ങുന്ന രീതി. അഞ്ചാമത്തെ പണി തസ്കിയത്ത് ചെയ്യാം. യുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ്. ഈ ക്ഷണം കേട്ട് ആളുകൾ നിന്നിലേക്ക് വന്നാൽ ആ ആളുകളെ തസ്കിയത്ത് ചെയ്യേണ്ട ബാധ്യത ആർക്കാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനാണ്. അതുകൊണ്ട് ആളുകളെ തസ്കിയത്തു നഫ്സാണ്. മനസ്സ് ക്ലിയറാക്കണതിനാണ് തസ്കിയത്ത് എന്ന് പറയും. മനസ്സ് ക്ലിയറാണ്, ഇടപാടുകളൊക്കെ ക്ലിയറാവും, സ്വഭാവം ക്ലിയറാവും. നബി എന്നെ പറഞ്ഞിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നിങ്ങളുടെ ശരീരത്തിലൊരു മാംസകഷ്ണമുണ്ട്, അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി, അത് കേടുവന്നാൽ പിന്നെ എന്ത് നന്നായിട്ടും കാര്യമില്ല. അലാ വഹിയൽ ഖൽബ്, അതാണ് ഹൃദയമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഹൃദയം നന്നാവുക തസ്കിയത്തിന്റെ ഏറ്റവും അടിസ്ഥാന കാര്യം. തസ്കിയത്ത് ചെയ്യുക, ആളുകളെ സംസ്കരിക്കുക. പിന്നെന്താണ്? യാ അയ്യുഹൻ നബി ഇന്ന അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ. ഷഹാദത്ത് ചെയ്യും. ഏതാദർശത്തെയാണോ പ്രതിനിധീകരിക്കുന്നത് അത് ജീവിതത്തിൽ ഏതാദർശത്തിലേക്കാണോ ആളുകളെ ക്ഷണിക്കുന്നത് അതിനെ പ്രതിനിധീകരിക്കുക. ഷഹാദത്തെ ഹക്ക്, സത്യസാക്ഷികളാവുക. ഞാൻ പറയണ കാര്യം, ചെയ്യണ കാര്യം, പ്രവർത്തിക്കുന്ന കാര്യമൊന്നും വൈരുദ്ധ്യങ്ങളില്ലാതെ ക്ഷണിക്കുന്ന കാര്യത്തിലേക്ക് അതിനെ ജീവിതത്തിൽ പ്രതിനിധീകരിക്കാതിരിക്കുന്ന സ്വഭാവം ഉണ്ടാവാതിരിക്കുക. മുസ്ലിം ഉമ്മത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പണിയാണ് ഷഹാദത്തെ ഹക്ക്. ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലുള്ള, ഒന്ന് ഷഹാദത്തെ ഹക്ക്, മറ്റൊന്ന് ഷഹാദത്തു നഫ്സ്, ജീവൻ തന്നെ ഒരാൾക്ക് സമർപ്പിക്കാം.
അതാണ് രക്തസാക്ഷിത്വം എന്ന് പറയും. ഷഹാദത്ത് രക്തസാക്ഷിത്വത്തിന് മാത്രമല്ല, ഇത് രണ്ടിനും ഷഹാദത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പണി. പിന്നെന്താണ്? മുബശ്ശിർ, ആളുകൾക്ക് സുവാർത്ത അറിയിക്കുക. ഈ ആശയത്തിലേക്കും ആദർശത്തിലേക്കും നിങ്ങൾ വന്നാൽ ഭൂമിയിലും പരലോകത്തും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന മേന്മകൾ എന്താണ് എന്നറിയിക്കും. ഇതിനാണ് തബ്ശീർ എന്ന് പറയാം. മറ്റൊന്ന് നദീർ, മുന്നറിയിപ്പ് നൽകുക. ഇത് സ്വീകരിക്കാതിരുന്നാൽ, വിശ്വസിക്കാതിരുന്നാൽ, ഇത് ജീവിതത്തിൽ പ്രായോഗവൽക്കരിക്കാതിരുന്നാൽ കിട്ടാൻ പോകുന്ന ഭവിഷ്യത്തുകൾ എന്താണ്, ഇതിനെക്കുറിച്ച് ഇൻദാർ ചെയ്യും, വാണിംഗ് ചെയ്യും. ഈ 5-8 പണിയെ നബി ചെയ്തിട്ടുള്ളൂ. ഇതേ നമ്മൾ ചെയ്യേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹ് പറഞ്ഞ പണി ഇതാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹ് പരിചയപ്പെടുത്തുന്നത് മുബശ്ശിറൻ വനദീറൻ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആളുകളെ അള്ളാഹുവിലേക്ക് ക്ഷണിച്ചു, അള്ളാഹുവിന്റെ അനുമതി പ്രകാരം. സിറാജും മുനീറുമായിരുന്നു റസൂലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. റസൂല് കത്തിജ്വലിക്കുന്ന ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. എന്ത് കാര്യമാണോ റസൂല് പറഞ്ഞത് അതിൽ ഏറ്റവും മികവുള്ള ആൾ ആരായിരിക്കും? നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഏത് ഇരുട്ടത്തുനിന്നും ആ ജീവിതത്തെ വഴികാട്ടിയായി നിങ്ങൾക്ക് സ്വീകരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികൾ അങ്ങനെയാണ് നബിയെ സമീപിച്ചത്. നബിയാണ് അവരുടെ സത്യത്തിന്റെ മാനദണ്ഡം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ 3 കാര്യങ്ങൾ നബിയോട് അവരുടെ സമീപനത്തിലുണ്ടായിരുന്നു. ഒന്നാമത്തെ ഇത്തിബാൻ, പിൻപറ്റുക. രണ്ടാമത്തെ ഇതാഅത്ത്, അനുസരിക്കുക. മൂന്നാമത്തെ ഹുബ്ബ്, സ്നേഹിക്കുക. ഈ 3 കാര്യങ്ങളും കൂടിയതാണ് റസൂലിനോടുള്ള സമീപനം. ഹുബ്ബ് കൊണ്ട് മാത്രമല്ല രക്ഷപ്പെടില്ല. അങ്ങനെയാണെങ്കിൽ റസൂലിനോട് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള ആളായിരുന്നു അബൂ ത്വാലിബ്, അല്ലേ? അബൂ ത്വാലിബിനോളം സ്നേഹം. കാരണം ജീവിതം പണയം വെച്ചിട്ടാണ് നബിയെ സഹായിച്ചത്. പക്ഷെ അബൂ ത്വാലിബ് രക്ഷപ്പെട്ടില്ല. സ്നേഹം കൊണ്ട് മാത്രമല്ല രക്ഷപ്പെടില്ല, ഇത്തിബാഉം വേണം, ഇതാഅത്തും വേണം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ നബിയോടുള്ള സമീപനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ 3 കാര്യങ്ങളാണ്. നബി അനുസരിക്കാൻ, നബി അനുധാവനം ചെയ്യാൻ, നബിയെ സ്നേഹിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദിന്റെ രണാങ്കണത്തിൽ നബിക്ക് പരിക്ക് പറ്റി, എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായി. അപ്പൊ നബിക്ക് പരിചയമായി നിന്ന ആൾ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവാണ്. അദ്ദേഹം രക്തസാക്ഷിയായി. അപ്പൊ നബിക്ക് പരിചയമായി വന്ന മറ്റൊരാള് അബൂ ദുജാന റളിയല്ലാഹു അൻഹു. അദ്ദേഹം മുറിവേറ്റ് അവശനായി. അപ്പൊ നബി പറഞ്ഞു, എനിക്ക് വേണ്ടി, നമുക്ക് വേണ്ടി സ്വന്തത്തെ വിൽക്കാൻ തയ്യാറുള്ളവൻ ആരാണ് എന്ന് ഉറക്കെ ചോദിക്കണം ഉഹദിൽ. അപ്പൊ ഉടനെ വന്ന് സിയാദ് ബിൻ സക്കൻ എന്ന് പറയുന്ന ഒരു സഹാബി ചാടി വന്നു. അദ്ദേഹം വെട്ടേറ്റ് രക്തസാക്ഷിയായി. നബിയുടെ മടിയിൽ കിടന്നിട്ടാണ് അദ്ദേഹം അന്ത്യശ്വാസം വലിച്ചത്. പിന്നെയാണ് തൽഹ റളിയല്ലാഹു അൻഹു വരുന്നത്. തൽഹയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിചയമായത്. എങ്ങനെയാണ്? യാ നബി അല്ലാഹ് ബി അബി വ അൻത ഉമ്മി. എന്റെ ഉമ്മയും നിങ്ങൾക്കുള്ളതാണ് എന്നാണ് പ്രയോഗമാണ്. ഫിദാക അബി വ ഉമ്മി. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബികൾ പറയുമ്പോ എന്റെ ഉപ്പാനേക്കാളും ഉമ്മാനേക്കാളും പ്രിയങ്കരൻ താങ്കളാണെന്നുള്ളതിനൊരു പ്രയോഗമാണ്. എന്റെ ഉപ്പയും ഉമ്മിങ്ങൾക്കാണ്. അതിനേക്കാൾ പ്രാധാന്യം നൽകുന്ന നിങ്ങൾക്കാണ്. എന്നിട്ട് പറയാൻ ലാ തശ്രിഫ് യുസീബുക സഹ്മുൻ മിൻ സിഹാമിൽ അദു. ശത്രുവിന്റെ അമ്പ് നിങ്ങളെ പതിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കണം. നഹരി ദൂന നഹരി. എന്റെ നെഞ്ച് നിങ്ങളുടെ ഒരു പരിചയമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേൾക്കേണ്ട എല്ലാം ഞാൻ ഏറ്റു. അങ്ങനെയാണ് തൽഹ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചു നിർത്തി, പ്രൊട്ടക്ട് ചെയ്തു. അപ്പൊ റസൂലിന്റെ ഒരു ശബ്ദം ഉഹദിൽ. ആ ശബ്ദം എന്താണ്? നമുക്ക് വേണ്ടി സ്വന്തത്തെ വിൽക്കാൻ സന്നദ്ധരായ ആളുകൾ ആരാണ്? ഉഹദ് കഴിഞ്ഞു, റസൂലുള്ളാഹി വഫാത്തായി. പക്ഷെ ഈ ചോദ്യം എപ്പോഴും ബാക്കിയാണ്. ഈ ചോദ്യത്തിന്റെ മർമ്മം എന്താണ്? ഒരു പാവപ്പെട്ട ഒരാളെ കണ്ടാൽ നിങ്ങൾ പണം മുടക്കി അയാളെ സഹായിക്കാൻ തയ്യാറുണ്ടെങ്കിൽ സ്വന്തത്തെ റസൂലിന് വേണ്ടി വിൽക്കുന്നവനാണ് നീ.
ആളുകൾ തമ്മിൽ പ്രശ്നമുണ്ടാകുമ്പോ ഒരാൾ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറായാൽ അയാൾ സ്വന്തത്തെ റസൂലിന് വേണ്ടി വിൽക്കുന്നവനാണ്. ഇടപാടുകളിൽ നീ ഉപഭോക്താവിന് അല്പം മുന്തിച്ചു കൊടുക്കുക, അത് റസൂലുള്ളാഹിന്റെ സുന്നത്താണ്. 1 കിലോ ഒരാൾ ചോദിച്ചാൽ 10 ഗ്രാം അധികം കൊടുക്കുക, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അങ്ങനെ ചെയ്യാൻ തയ്യാറായാൽ സ്വന്തത്തെ റസൂലിന് വേണ്ടി വിൽക്കാൻ സന്നദ്ധനായവരാണ്. അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ നടപടിക്രമങ്ങളിലും സ്വന്തത്തെ നമുക്ക് വേണ്ടി വിൽക്കുക. ഇത് ഉഹദിന് ശേഷവും മുഴങ്ങുന്ന ഒരു മുദ്രാവാക്യമാണ്. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സ്വന്തത്തെ റസൂലിന് വേണ്ടി വിൽക്കണം. അതിന്റെ തീവ്രതയുടെ അടയാളമാണ് സഹാബാ കിറാം റളിയല്ലാഹു അൻഹും അജ്മഈൻ. എല്ലാ സഹാബികളും അവർക്ക് 3 റസൂലുള്ളാഹിനെ അനുസരിക്കുന്നതിൽ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മയ്യത്ത് മാത്രം നിസ്കരിക്കും, ഒരു പള്ളിയിലൂടെ ഇരിക്കും, മറമാടാൻ പോകാറുണ്ടായിരുന്നില്ല. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വിചാരം നിസ്കാരം മാത്രമേ റസൂൽ ചെയ്തിട്ടുള്ളൂ എന്നുള്ളൊരു വിവരമാണ്. അപ്പൊ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി പറഞ്ഞിട്ടുണ്ട്, ഒരാൾ നിസ്കരിച്ചാൽ അദ്ദേഹത്തിന് ഒരു ഖിറാത്ത് പുണ്യമുണ്ട്. മറമാടി അദ്ദേഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും മറമാടുകയും ചെയ്താൽ അദ്ദേഹത്തിന് 2 ഖിറാത്ത് പുണ്യമുണ്ടെന്ന് റസൂല് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്തെത്തിയിട്ട് ഇത് വെരിഫൈ ചെയ്യാണ്, ഇങ്ങനെ റസൂല് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. അപ്പൊ പള്ളിയിലേക്ക് ഓടിയെത്തി 2 കൈയും ആകാശത്തേക്ക് ഉയർത്തി ഏങ്ങി ഏങ്ങി കരയാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. അറിയാത്തൊരു കാര്യമാണ്, അത് അല്ലാഹു ക്ഷമിക്കും. പക്ഷെ അത് നഷ്ടപ്പെട്ടല്ലോ എന്ന വേവലാതി അദ്ദേഹത്തിനുണ്ട്. റസൂലുള്ള ഉംറക്ക് പോയ സമയത്ത്, ഹജ്ജിന് പോയ സമയത്ത് ഒരു മരമുണ്ടായിരുന്നു. ആ മരത്തിന്റെ കൊമ്പ് ഇങ്ങനെ തൂങ്ങി നിൽക്കുകയാണ്. റസൂല് അതിന്മേൽ തല തട്ടണ്ടെന്ന് കരുതിയിട്ട് താഴ്ന്നാണ് പോയത്. പക്ഷെ പിന്നെ എപ്പോൾ ആ വഴി ഇബ്നു ഉമർ യാത്ര പോകുന്നോ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് കുനിഞ്ഞാണ് പോകുക. മരമില്ല, കൊമ്പുമില്ല എന്ന്. കാലങ്ങൾ കഴിഞ്ഞാലും അവിടെ എത്തുമ്പോ കുനിയാൻ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തയ്യാറാണ്. മുത്തബിഉ സുന്ന, സുന്നത്തിന് അനുധാപനം ചെയ്തത് അങ്ങനെയാണ്. മൻ അഹബ്ബ സുന്നതി, ആരെങ്കിലും എന്റെ സുന്നത്തിനെ സ്നേഹിച്ചാൽ ഫഖദ് അഹബ്ബനി വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന, അവൻ എന്നെ സ്നേഹിച്ചു, എന്നെ സ്നേഹിച്ചവൻ എന്റെ കൂടെ സ്വർഗത്തിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അവര് യഥാർത്ഥത്തിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയ രീതി അങ്ങനെയാണ്. അവര് നബിക്ക് വേണ്ടി വിൽക്കണം. അൻ നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, ഖുർആൻ തന്നെ പറയാണ്, നിങ്ങളോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നത് നിങ്ങളെക്കാൾ കൂടുതൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൻ നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, റസൂലാണ് ഏറ്റവും കൂടുതൽ നമ്മോട് അടുത്ത് നിൽക്കുന്നത്, നമ്മളെക്കാൾ, നമ്മുടെ ശരീരത്തെക്കാൾ. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തെക്കാൾ നമ്മോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഉഹദിന്റെ രണാങ്കണത്തിൽ സ്വന്തം ഭർത്താവും സ്വന്തം പിതാവും രക്തസാക്ഷിയായ ഒരു സ്ത്രീ ഉഹദിലേക്ക് ഓടി വരുന്നത് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. അവരിങ്ങനെ ചോദിക്കുന്നത് അയിന ഹബീബി എന്നാണ്. അപ്പൊ ആള് പറയുന്നുണ്ട്, നിന്റെ പിതാവ് കൊല്ലപ്പെട്ടിട്ടുണ്ട്, നിന്റെ ഭർത്താവ് കൊല്ല ചെയ്യപ്പെട്ടു. അപ്പൊ അവര് പറയുന്നു, വീണ്ടും ചോദിക്കാൻ, അയിന ഹബീബി മാദാ ഫഅല റസൂലുള്ളാഹി, എന്താണ് റസൂലിന് പറ്റിയത്, എന്റെ ഹബീബ് എവിടെയാണ്? അറൂനീഹി ഹത്ത അൻദുറ ഇലൈഹി, അദ്ദേഹത്തെ എനിക്ക് കാണിച്ചു തരൂ, എനിക്ക് അദ്ദേഹത്തെ കാണണം. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുകയും കാണിച്ചു കൊടുക്കുകയും ചെയ്തു. റസൂലുള്ളാഹിനെ കണ്ടപ്പോൾ പറയാണ്, കുല്ലു മുസീബത്തിൻ ബഅദക ജലലുൻ, എന്ത് ദുരന്തമുണ്ടായാലും നിങ്ങൾക്ക് ശേഷം അതെനിക്കൊരു പുല്ല് വിലയുള്ള കാര്യമാണ്. കുല്ലു മുസീബത്തിൻ ബഅദക ജലലുൻ, നിനക്ക് ശേഷം, താങ്കൾക്ക് ശേഷം എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എന്ത് മുസീബത്തും, കാരണം 2 ആൾ മരിച്ചു കിടക്കുന്നുണ്ട് അവിടെ, അത് ഉപ്പയാണ് ഭർത്താവാണ്, അതെന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസമുള്ള കാര്യമല്ല. ഇതാണ് ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹ, അവർ ഉഹദിന്റെ രണാങ്കണത്ത് മൽതഫത്തു യമീനൻ വശിമാലൻ ഇല്ലാ ഉമ്മു അമ്മാറ, റസൂലിന് ബോധം പോയിട്ട് ബോധം തെളിഞ്ഞു വന്നപ്പോ റസൂല് കാണുന്നത് എന്താണ്? തന്നെ സംരക്ഷിക്കാൻ വേണ്ടി ഇടത്തും വലത്തും നിന്ന് ആയുധമേന്തി ചാടുന്ന ഒരു പെണ്ണാണ്. മൽതഫത്തു യമീനൻ വശിമാലൻ ഇല്ലാ ഉമ്മു അമ്മാറ. ഞാനപ്പൊ കാണുന്നത് മുഴുവൻ ആ യുദ്ധ രണാങ്കണത്തിൽ ഉമ്മു അമ്മാറയല്ലാതെ വേറെ ആരും ഇല്ല എന്നാണ് തോന്നിയത്.
അതുകൊണ്ട് ഉമ്മ അമ്മാറിനെ കണ്ട റസൂൽ എഴുന്നേറ്റ് നിൽക്കാറുണ്ട്, ആദരിക്കാറുണ്ട്, ബഹുമാനിക്കാറുണ്ട്. ആളുടെ ഇടയിൽ വെച്ച് ഉമ്മ അമ്മാറെ കുറിച്ച് റസൂൽ പറയും എന്നെ രട്ടിച്ച ആളാണ് എന്ന് പറയാറുണ്ട്. അപ്പൊ ഉമ്മ അമ്മാർ റളിയല്ലാഹു അൻഹ അവര് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ രക്ഷപ്പെടുത്തി, സഹായിച്ചു. അവർ സ്വന്തം ജീവൻ അതിന് പണയം വെച്ചു. അവരുടെ പ്രത്യേക ഫിദാക അബി വ ഉമ്മി, ഇതങ്ങനെ പറയുന്ന ഒരു പ്രയോഗം മാത്രമല്ല, ജീവിതത്തിൽ അവർ കാണിച്ചു കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബികളെ കുറിച്ച് അബൂ സുഫിയാൻ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് പറയുന്ന പ്രസ്താവന, വല്ലാഹി മാ റഅയ്തു മിൻ ഖൗമിൻ ഖത്തുൻ അസദ്ദു ഹുബ്ബൻ ലിസാഹിബിഹിം മിൻ സഹാബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിന്റെ സഹാബാക്കൾ റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നത് പോലെ വേറൊരു അനുചരന്മാരും അവരുടെ നേതാവിനെ സ്നേഹിക്കുന്നത് ഞാൻ കണ്ടിട്ടേയില്ല. അത് നേതാവിന്റെ പ്രത്യേകത. റസൂലുള്ളാഹിക്ക് ഒരുപാട് പ്രത്യേകതകളിൽ ഒരു പ്രത്യേകത അനുയായികൾ ജീവന തുല്യം സ്നേഹിക്കുന്ന നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്ത് മഹാവിപ്ലവങ്ങൾ നടന്നിട്ടുണ്ട്, അതിന്റെ നേതാക്കന്മാരുണ്ട്. ഫ്രഞ്ച് റവല്യൂഷന്റെ ചരിത്രം എന്തായിരുന്നു? നേതൃത്വം നൽകിയ ആളുകളെ കൊല്ലാൻ വേണ്ടിയാണ് പിന്നെ അനുയായികൾ മത്സരിച്ചത്. അങ്ങനെ ഓരോ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം. അപ്പൊ യഥാർത്ഥത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്ന രണ്ടാമത്തെ കാര്യമുണ്ട്. നബി അത്ഭുതപ്പെടും, അനുയായികളെ ഒരു നേതാവ് ഇങ്ങനെ സ്നേഹിച്ചതുപോലെ വേറെ ഒരാളും സ്നേഹിച്ചിട്ടില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുയായികളെയും അത്രമാത്രം സ്നേഹിച്ചു. അതുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ എല്ലാം നബി അറിയുകയും അത് പരിഹരിക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. നിസ്കാരം കഴിഞ്ഞാൽ നബി തിരുമേനി വീട്ടിൽ പോകുന്നതിന് മുമ്പ് അന്ന് പള്ളിയിൽ വരാത്ത ആരാണോ അയാളുടെ വീട്ടിൽ പോകുന്നതാണ്. വീട്ടിൽ പോയിട്ട് അന്വേഷിക്കും, രോഗമായി കിടക്കുകയാണോ, കച്ചവടത്തിന് പോയതാണോ, പ്രയാസമുണ്ടോ എന്ന് അന്വേഷിക്കും. ഇത് അന്വേഷിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ചര്യയാണ്, സ്വഭാവമാണ്. അതെന്തുകൊണ്ടാണ്? അനുയായികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിച്ചു എന്നാണ്. അതുകൊണ്ട് അനസ് റളിയല്ലാഹു അൻഹു ഖാദിമു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സേവകനാണ്. റസൂൽ വളരെ ചെറുപ്പത്തിൽ നബിയെ സേവിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഉമ്മ നബിന്റെ അടുത്ത് കൊണ്ടുവന്നാക്കിയതാണ്. അതിലൂടെ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ 10-12 കൊല്ലം നബിയെ ഖിദ്മത്ത് ചെയ്തു, നബി ഛേ എന്ന് പോലും എന്നോട് പറഞ്ഞിട്ടില്ല. എന്തിനാണ് അനസ് ചെയ്തത് എന്ന് ചോദിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടത്തെ വഫാത്തിന് ശേഷവും ഞാൻ അധിക ദിവസവും സ്വപ്നത്തിൽ കാണും. സ്വപ്നത്തിൽ കാണുമ്പോൾ എഴുന്നേൽക്കുന്നത് കരഞ്ഞുകൊണ്ടാണ് ഞാൻ എഴുന്നേൽക്കുന്നത്. അദ്ദേഹത്തിന്റെ കണ്ണിങ്ങനെ ധാരതയാരെ ഒഴുകിക്കൊണ്ടിരിക്കും. സ്വപ്നത്തിൽ എന്റെ കൂട്ടുകാരനെ ഞാൻ കണ്ടു എന്നാണ് ആളുകൾ ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് പറയാം. അനസ് റളിയല്ലാഹു അൻഹു, മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു നബിന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. നബി ഒരു സദസ്സിൽ നിന്ന് ക്ലാസ് എടുക്കുമ്പോ നസീഹത്ത് നടത്തുന്ന സമയത്ത് നബിയുടെ മുഖത്തേക്ക് നോക്കി നിൽക്കും. അങ്ങനെ അദ്ദേഹം കരയാം. എന്തിനാണ് സൗബാൻ നിങ്ങൾ കരയുന്നത്? നബിയെ, ഞങ്ങള് വഫാത്തായി പോവും, ഞങ്ങളും മരണപ്പെടും, നാളെ സ്വർഗത്തിലെത്തും, ഞങ്ങളും സ്വർഗത്തിലെത്തും. എത്തിയാൽ പോലും നിങ്ങളുടെ ദർജയിലേക്ക് ഞങ്ങൾ എത്തില്ല, നിങ്ങളുടെ അടുത്തേക്ക് ഞങ്ങൾ എത്തില്ല. ഇപ്പതാ നിങ്ങളെ തൊടാം, നിങ്ങളെ കാണാം, നിങ്ങളോട് സലാം പറയാം, നിങ്ങളുടെ ശരീരത്തെ ആലിംഗനം ചെയ്യാം. പക്ഷെ അവിടെ നിന്ന് അത് സാധിക്കൂലല്ലോ എന്ന ഒരു ദുഃഖം എനിക്കുണ്ട്. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, സൽക്കർമ്മങ്ങൾ ചെയ്ത ആളുകൾ, വിശ്വസിച്ച ആളുകൾ, അവർ നാളെ സ്വർഗത്തിൽ അമ്പിയാക്കളുടെ കൂടെ, മാ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാ വസാലിഹീൻ, ഇവരുടെ കൂടെ ആയിരിക്കുമെന്ന ആയത്ത് ഇറങ്ങുന്നതിന്റെ ഒരു അവതരണ പശ്ചാത്തലം അതാണ്. സ്വർഗത്തിലെത്തിയാലും നബിയെ കാണൂലേ എന്നൊരു ബേജാറാർക്കുണ്ട്? സൗബാൻ റളിയല്ലാഹു അൻഹുവിനുണ്ട്, സഹാബികൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ സ്നേഹിച്ച രീതി എന്ന് പറയുന്നത്, സ്വന്തത്തെ നമുക്ക് വേണ്ടി വിൽക്കാൻ സന്നദ്ധരായവരാരാണ്? ഈ ചോദ്യം അതിനുശേഷം അവർ ജീവിതത്തിലെത്തി. ഏത് പ്രശ്നം കണ്ടാലും, ഏത് പ്രതിസന്ധിയിൽ അവർ അകപ്പെട്ടാലും, ആ അകപ്പെട്ട എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി സ്വന്തത്തെ വിൽക്കുക. സ്വന്തത്തെ വിൽക്കുക എന്ന് പറഞ്ഞാൽ ഇടപാട് നടത്തുന്നവരാണെങ്കിൽ ഇടപാടിൽ റസൂലുള്ളാഹിന്റെ സുന്നത്ത് പാലിക്കുക. ജീവിതത്തിലെ ഏത് മേഖലയിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി സ്വന്തം ത്യജിക്കുക.
ആണ് ത്യജിക്കുക. നിങ്ങൾ ആലോചിച്ചു നോക്കുക, കല്യാണം, അതുപോലെ തന്നെ വിവാഹം, ആഘോഷങ്ങൾ. ഇപ്പൊ നമ്മൾ ആഘോഷങ്ങളുടെ കൂടെ സെലിബ്രേഷൻ, അധ്യാപകരൊക്കെ പറയാറുണ്ട്, ഈ കൊറോണയ്ക്ക് ശേഷം കുട്ടികളുടെ ഒരു റേഞ്ച് മാറിയിട്ടുണ്ട്, ഒരു മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെ ആളുകൾ ഇങ്ങനെ തുള്ളിക്കളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കാരണം ഭയങ്കരമായിട്ട് എക്സ്പോഷൻ ആളുകളുടെ ജീവിതത്തിലുണ്ട്. അധ്യാപകർക്ക് പ്രത്യേകത അറിയാം, കോളേജുകളിലും സ്കൂളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ആഘോഷങ്ങളെന്ന് പറയും. ഏത് ആഘോഷമായാലും ശരി, അതിന്റെ ആഘോഷമൊന്നുമില്ല, അതില് ആഘോഷിച്ചുണ്ട്. അവരൊക്കെ ഇസ്ലാമും ദീനിന്റെ അടിസ്ഥാന കാര്യങ്ങൾ പഠിച്ച ആളുകൾ തന്നെയാണ്. അതിന്റെ രീതിശാസ്ത്രം അവർക്കറിയാം. പക്ഷെ അവിടെ എത്തുമ്പോൾ അത് മറക്കണം. ആ മറക്കുമ്പോ നമുക്ക് വേണ്ടി എന്നെ വിൽക്കാൻ സന്നദ്ധനായവർ, സ്വന്തത്തെ വിൽക്കാൻ സന്നദ്ധനായവർ ആരാണ് എന്ന ചോദ്യത്തിന് റസൂലുള്ളാഹിന്റെ സുന്നത്തിന് വിരുദ്ധമായ കാര്യങ്ങളിലേക്ക് നീങ്ങാതിരിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹലാലാക്കിയ പരിധിയോളം അത് നമ്മൾ ഹലാലാണ്. അതുകൊണ്ട് ഏറ്റവും പ്രധാനമാണ് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സിറ്റുവേഷനിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുൻഗണന കൊടുക്കുക. മുന്നിലുള്ള എപ്പോഴും ആര് വേണം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വേണം എന്നാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത് അൻ-നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പിന്തുടരപ്പെടേണ്ട ജീവിതത്തിന്റെ ഉടമ. ഉസ്വത്തുൻ ഹസനയാണ്. നമുക്ക് ഒരേ ആൾക്കാർ നല്ല മാതൃകകൾ തന്ന ആളുകളുണ്ടാവും. പക്ഷെ പെർഫെക്റ്റ് ആയ ഒരു മാതൃക തന്ന വ്യക്തി ലോകത്താരേ ഉള്ളൂ? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ. എല്ലാവർക്കും റസൂൽ ഒരു മാതൃകയാവില്ല. ആർക്കേ ആവുള്ളൂ? നാളെ മരിച്ചു ചെന്ന് പടച്ചോനെ കാണണമല്ലോ എന്ന ബോധമുള്ള ആളുകൾക്കും വദക്കറല്ലാഹ കസീറ, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്നവർക്കും മാത്രമേ ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്ടം, സ്നേഹം എന്ന് പറയുന്നത് അവിടത്തെ ചര്യ അനുധാവനം ചെയ്യും, ഇത്തിബാഴ് ചെയ്യാം. ഇത് മൂന്നാണ് റസൂലിനോടുള്ള സമീപനം എന്ന് പറഞ്ഞാൽ. റസൂലിനെ പിൻപറ്റുക, റസൂലിനെ അനുസരിക്കുക, റസൂലിനെ ഇഷ്ടപ്പെടുക. റസൂലിനെ ഇഷ്ടപ്പെടുക. ചില ആളുകൾ ഇതാഴത്ത് ചെയ്യും, പക്ഷെ ഇത്തിബാഴ് ചെയ്യില്ല. ഇല്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന് എതിരൊന്നും നിൽക്കൂല, പക്ഷെ ഇത്തിബാഴ് ചെയ്യാന്ന്. ചില ആളുകൾ റസൂലിനെ സ്നേഹിക്കും, ഇത്തിബാഴില്ല, ഇതാഴത്തുമില്ല. സ്നേഹിക്കുന്ന ആളുകൾ പറയണ്ട. അബൂ താലിബ് റസൂലിനെ സ്നേഹിച്ചു ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ സ്നേഹിച്ചതുകൊണ്ട് മാത്രം ആളുകൾ. അപ്പൊ സ്നേഹം ഇത്തിബാഴിന്റെയും ഇത്താഴത്തിന്റെയും ഭാഗമാണ്. അത് കലവറയില്ലാതെ സഹാബികൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതിലൊരു പിശുക്കില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണല്ലോ ബിലാൽ റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, മരണാസന്നനായി കിടക്കുമ്പോ രണ്ടാളുടെ തോളിൽ തൂങ്ങിയിട്ടാണ് പള്ളിയിലേക്ക് വരുന്നത്. റസൂലിന്റെ തള്ളവരല് മണലിങ്ങനെ വലിച്ചു കൊണ്ടുവന്ന, കാരണം കാല് കുത്താൻ കഴിയുന്നില്ല. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അബൂബക്കറിനെ വിളിച്ചുകൊണ്ടുവരൂ, നിങ്ങൾക്ക് ഇന്ന് ഇമാമ് നിൽക്കാൻ അറിയില്ല, എനിക്ക് കഴിയില്ല, അതുകൊണ്ട് സിദ്ദീഖുൽ അക്ബറിനെ വേഗം വിളിച്ചുകൊണ്ടുവരുമെന്ന് പറഞ്ഞപ്പോ അപ്പൊ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാചകമുണ്ട്, എന്റെ ഉമ്മ എന്നെ പ്രസവിക്കാതിരുന്നെങ്കിൽ എന്നാണ്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവാൻ പോവാണെന്നുള്ള മെസ്സേജ് അതിലുണ്ട്. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന ആയത്ത് ഓതിയപ്പോ കരയാത്തൊരു സഹാബി ആ സദസ്സിലുണ്ടായില്ല. 10,000 മനുഷ്യർ മുന്നിലുണ്ട്, എല്ലാവരും കരയാണ്. ഏങ്ങി കരയുന്ന ആള് നബിയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ, ഹിജറ സമയത്ത് നബി വീട്ടിലേക്ക് ഓടി വരാൻ, അബൂബക്കർ ഇറങ്ങിക്കോളൂ, പുറപ്പെടാനായി, സമയമില്ല എന്ന് പറഞ്ഞപ്പോ എന്റെ പിതാവ് കരഞ്ഞതുപോലെ വേറൊരു ദിവസവും എന്റെ പിതാവ് കരയുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഞാനൊന്ന് മനസ്സിലാക്കി, സന്തോഷം കൊണ്ടും മനുഷ്യരിങ്ങനെ ഏങ്ങിക്കരയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പോകാൻ ഉള്ള ആ പെർമിഷൻ കിട്ടി എന്ന സന്തോഷം, സാഹിബ് റസൂൽ ആവാനുള്ള പെർമിഷൻ കിട്ടിയത്. ഗുഹയിൽ ഒളിച്ചു നിൽക്കുമ്പോ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറയാൻ, നബിയെ അവരെങ്ങാനും തല കുനിച്ചു നോക്കിയാൽ നിങ്ങളെ കാണും, എന്റെ കാര്യത്തിൽ എനിക്കൊന്നും ബേജാറൊന്നുമില്ല. ഇല്ല, കാരണം നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് ബേജാറുണ്ട്. ആരാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു? മക്കയിൽ പരസ്യ പ്രബോധനത്തിന് റസൂൽ ആഹ്വാനം ചെയ്തപ്പോ കഅബന്റെ അടുത്ത് ചെന്നിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്,
പൊതിരത്തല്ല് കിട്ടി. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ബോധം കെട്ടു. അദ്ദേഹത്തെ താങ്ങി പിടിച്ചിട്ട് ബന്ധുക്കൾ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി വെക്കാണ്. എന്നിട്ട് അദ്ദേഹത്തിന് ബോധം തെളിഞ്ഞപ്പോ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തപ്പോ അതിനെ റസൂൽ എവിടെയാന്ന് ചോദിക്കാൻ. അപ്പൊ വെള്ളം കുടിക്കൂ, മുഹമ്മദിന്റെ കൂടെ നടന്നിട്ടാണ് ഈ അടി കിട്ടിയത്, ഇനി അവന്റെ കൂടെ പോവാനാണോ തീരുമാനം എന്ന് നിഷേധികളായ ബന്ധുക്കൾ ആക്ഷേപിച്ചു. പക്ഷെ ഒരു തുള്ളി വെള്ളം ആരും ഇറക്കിയില്ല. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഭാര്യന്റെ ചുമലിൽ പിടിച്ച് റസൂലുള്ളാഹിന്റെ വീട്ടിൽ പോയി സലാം പറഞ്ഞിട്ട്, റസൂൽ എങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് അവിടെ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ചു സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. ഇതാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. വിജന പോകുന്ന സമയത്ത് തന്റെ കൂജയിൽ വെള്ളമുണ്ട് തോൽപാത്രത്തിൽ. പക്ഷെ ആ വെള്ളം കുടിക്കണില്ല സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. എന്തിനാണ്? തിരിഞ്ഞിട്ട് ചോദിക്കാണ്, സിദ്ദീഖ നിന്റെ അടുത്ത് വെള്ളമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല നബിയെ എന്ന് പറയാൻ സിദ്ദീഖിന് ലജ്ജയാണ്. അതുകൊണ്ട് എന്റെ ചങ്കിന് ദാഹമുണ്ടെങ്കിലും അതിനേക്കാൾ പ്രാധാന്യം അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകി. ജീവിതത്തിലെ എല്ലാ സമയത്തും അവർ നൽകി എന്നുള്ളതാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുക, അവർ ഇത്തിബാഴ് ചെയ്തതുപോലെ ഇത്തിബാഴ് ചെയ്യുക, അവർ ഇതാഅത്ത് ചെയ്തതുപോലെ ഇതാഅത്ത് ചെയ്യുക. ഇതാണ് ഉമ്മത്തിന്റെ ബാധ്യത എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതിന് വേറെ കുറുക്കുവഴികളൊന്നുമില്ല. നമ്മളിങ്ങനെ ഒരു ദിവസവും മാസമൊക്കെ കാത്തുനിന്നിട്ട് അത് ആഘോഷിച്ച് വിപുലപ്പെടുത്തിയാൽ ഇത്തിബാഴും ഇതാഅത്തും നടക്കുന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അതില്ല, ഇല്ല. ഇപ്പൊ ചില ആളുകളൊക്കെ മുമ്പൊന്നും ഇല്ലാത്തവരെ പള്ളികളൊക്കെ അലങ്കരിച്ചു നിൽക്കുകയാണ്. ഏതുപോലെ ക്രിസ്മസിന് ക്രിസ്മസ് ട്രീയും പള്ളിയും അലങ്കരിക്കുക എന്നുള്ള നസാറാക്കളെ ക്രിസ്ത്യാനികളുടെ ശരിയാണ്. റസൂലുള്ളാഹി പറയാണ്, എന്താണ്, നിങ്ങൾ ഒരിക്കൽ ലാ തതുറൂനി കമാ അതറത്തിൻ നസാറ, നസാറാക്കൾ എന്നെ പുകഴ്ത്തിയതുപോലെ നിങ്ങൾ പുകഴ്ത്തരുത്. അത് വേറെ രീതിയാണ്, ശൈലിയാണ്. അത് വേറെ രീതിയിൽ ശൈലിയാണ്. എന്നിട്ട് റസൂൽ പറയാണ്, അവരൊരു മാളത്തിൽ പ്രവേശിച്ചാൽ എന്റെ ഉമ്മത്തും മാളത്തിൽ പ്രവേശിക്കണ കാലം വരും, ചാണിന് ചാണായി അവരെ പിൻപറ്റുന്നൊരു കാലം വരും. ഇല്ല, 5 കൊല്ലം മുമ്പ് ഇത് ഉണ്ടായിരുന്നില്ല. ഇതിനുണ്ടോ ഇല്ല എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ യഥാർത്ഥത്തിൽ ഇതുണ്ടായിരുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാം. എന്തിനാണ് അങ്ങനെ ചെയ്തത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരത്തെ സൂചിപ്പിച്ച ഒരു ചങ്കിൽ വെള്ളം ഇറക്കണമെങ്കിൽ നബി ഇറക്കിയിട്ട് മതി എന്ന് വിചാരിച്ച ആളാണ് സിദ്ദീഖുൽ അക്ബർ. നിഅമ ഖൈറുസ് സായിസീന മിൻ റുആത്തിൽ മുസ്ലിമീന ഫഅബൂബക്കറുൻ ഇമാമുൻ ബഅദ ഖൈറിൽ മുർസലീന. മുർസലീങ്ങൾ കഴിഞ്ഞാൽ ഈ ഉമ്മത്തിന് അല്ലാഹു ഒരു ഇമാം കൊടുത്തതാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. സിദ്ദീഖുൽ അക്ബർ അത് ചെയ്തിട്ടില്ല, ഇല്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യേണ്ട ഒരു കാര്യം, നമുക്ക് സ്വർഗത്ത് പോവാൻ അനിവാര്യമായൊരു കാര്യം പഠിപ്പിക്കാതെ റസൂലുള്ളാഹി പോവില്ല, ഇല്ല. അത് ഇത്തിബാഴ് ചെയ്യാതെ സിദ്ദീഖുൽ അക്ബറും നിൽക്കൂല. അത് കൽപ്പിക്കാതെ ഉമർ ഖത്താബും ഇവിടെ പറയില്ല. ഇതാണല്ലോ ഖുലഫാഇ സുന്നത്ത് ഖുലഫാഇ റാഷിദീൻ അൽ മഹ്ദിയ്യീൻ. ഈ 4 സഹാബികളുടെ പ്രത്യേകത സ്വർഗം കയ്യിൽ കൊടുത്ത ആളാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരൊരിക്കലും വഴികേട് ചെയ്യില്ല, അവരെത്തിവാഴ് ചെയ്യാം. കാരണം ഇന്ന പിൻപറ്റി ഉമർ റളിയല്ലാഹുവിന്റെ പിന്നാലും പോയിക്കോ, സ്വർഗത്തിലെത്തുന്ന ആര് പറഞ്ഞിട്ടുണ്ട്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് എന്ന് സഹാബാക്കൾ പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മളിതൊന്നും ചെയ്യൂല, സഹാബാക്കൾ ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് സ്വലാത്ത് നബിയോടുള്ള സ്നേഹമാണ്. കാരണം മലക്കുകളും അള്ളയും മലായിക്കളും വിശ്വാസികളും നബിക്ക് മേൽ സ്വലാത്ത് ചൊല്ലും. സ്വലാത്തിന് വ്യത്യസ്തമായ രീതിയുണ്ട്. അള്ള ചെല്ലണ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അനുഗ്രഹമാണ്, നിഅമത്താണ്. മലക്കൾ ചെല്ലുന്ന സ്വലാത്ത് ഇസ്തിഗ്ഫാറാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പുറത്തു കൊടുക്കുമെന്നാണ്. നമ്മൾ ചെല്ലുന്ന സ്വലാത്ത് ഏതാണ്? നബിയുടെ മേൽ രക്ഷയും സമാധാനവും ഉണ്ടാൻ. മൻ സല്ല അലയ്യ സ്വലാത്തൻ സല്ലല്ലാഹു അലൈഹി അശറ. ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 10 നിഅമത്ത് നിങ്ങളുടെ വീട്ടിലുണ്ടാവും. ഇതാണ് അള്ള വന്ന് 10 സ്വലാത്തല്ലു എന്നല്ല അതിന്റെ അർത്ഥം. അള്ളന്റെ 10 നിഅമത്ത് ഉണ്ടാവും. മനുഷ്യന്റെ നിഅമത്തിന്റെ ഒരു അടിസ്ഥാനം ഹുബ്ബ് റസൂലാണ്. അലി ഇബ്നു അബീ ത്വാലിബ്. നിങ്ങൾക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹം എത്ര ഉണ്ടോ അത്രയും അള്ള നിഅമത്ത് തരും. അത് കുറവുണ്ടേ അതിന് കുറവുണ്ടാവും. അതാണ് സല്ലല്ലാഹു അലൈഹി അശറ, സല്ലല്ലാഹു അലൈഹി അശറ. അപ്പൊ സ്വലാത്ത് ഹുബ്ബിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. അത് അസ്ലു അമലുൽ മൗലിദി ബിദ്അത്തുൽ ലം തുൻഖൽ മിൻ അഹദിൻ മിനസ് സലഫി സ്വാലിഹ് എന്ന് പറയുന്ന ആഘോഷം എന്ന് പറഞ്ഞാൽ അല്ലാമ ഇബ്നുൽ അജൽ അസ്കലാനി പറയാം, സലഫു സാലിഹ്യങ്ങളിൽ ഒരാളുടെ അടുത്തുനിന്ന് പോലും അത് നമുക്ക് വന്നിട്ടില്ല. അസ്ലു ബിദ്അത്താണ്.
അതുകൊണ്ട് ബിദ്അത്തിന്റെ പ്രത്യേകത എന്താ ചോദിച്ചാൽ, ഞാൻ ഇപ്പൊ ഈ മാലബൾബ് തൂക്കിയതിനെ കുറിച്ച് പറഞ്ഞില്ലേ, അലങ്കരിച്ചതിനെ കുറിച്ച് പറഞ്ഞല്ലോ, എന്ന് പറഞ്ഞാൽ ഇത് അടുത്ത് വരുന്ന ജനറേഷൻ വിചാരിക്കുക ഇതാണ് സുന്നത്ത് എന്നാണ്. അതാണ് ബിദ്അത്തിന്റെ പ്രത്യേകത. ബിദ്അത്തിന്റെ പ്രത്യേകത, ഞാനൊരു ബിദ്അത്ത് കാണിച്ചാൽ എന്റെ കുട്ടി അതിനേക്കാൾ വലുതാണ് കാണിക്കുക. കുറച്ചു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശിങ്കാരിമേള നടത്തണം, നഗാര കൊണ്ടുവരണം എന്ന് അടുത്ത കുട്ടി അയാൾ സുന്നത്തായിട്ടാണ് അത് മനസ്സിലാക്കുക, ബിദ്അത്തല്ല. മനസ്സിലായില്ലേ? ബിദ്അത്ത് ഒരാൾ കാണിച്ചാൽ അയാളുടെ 10 ജനറേഷൻ വരുമ്പോഴേക്കും സുന്നത്തുമായി ബന്ധപ്പെട്ട ഒന്നും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, ബിദ്അത്തിന്റെ അപ്ഡേഷൻ മാത്രമേ നടക്കുള്ളൂ. ഇതാണ് ബിദ്അത്തിന്റെ അപകടം. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ബിദ്അത്ത് ചെയ്യരുത്. കാരണം ബിദ്അത്ത് ചെയ്തിട്ട് ഒരാള് അമല് ചെയ്തിട്ട് കാര്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ച ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അവൻ അബൂ സഈദ് എന്ന് പറയുന്ന മുളഫർ രാജാവാണ് ഈ ആഘോഷം തുടങ്ങിയത്. രാജാവ് അടിമവംശ രാജാവാണ്. അദ്ദേഹത്തിനെ കുറിച്ച് നമുക്ക് ആ ചരിത്രത്തിൽ ഞാൻ വിശദീകരിക്കണില്ല. അതിന്റെ ഭാഗമായിട്ട് തലതിരിഞ്ഞ നിയമങ്ങൾ സമൂഹത്തിലുണ്ടായി. മുസ്ലിം ഉമ്മത്തിന് 3 പ്രത്യേകതയുള്ള സ്ഥലങ്ങളുണ്ട്. അതായത് ഒന്നാമത്തെ സ്ഥാനം ആര് അള്ളാഹു കൊടുത്തതാണ്, മക്കയാണ്. മക്കൽ മുക്കറമ. രണ്ടാമത്തെ മദീന മുനവ്വറ. മൂന്നാമത്തെ എന്താണ്, മസ്ജിദുൽ അക്സ. ഒന്നാമത്തെ മദീന എന്ന് ആര് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കാൻ പറ്റില്ല. ഏറ്റവും ശ്രേഷ്ഠതയുള്ള രാത്രി ഏതാണ്? ലൈലത്തുൽ ഖദറാണ്. റബീഉൽ അവ്വൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു വഫാത്തായി റബീഉൽ അവ്വൽ 12-നാണെന്ന് ലോകത്തൊരു മുസ്ലിമിന് അഭിപ്രായ വ്യത്യാസമില്ല. ഇവിടെ ജനിച്ചത് റബീഉൽ അവ്വൽ 12-നാണ്. നിരവധി അഭിപ്രായ വ്യത്യാസങ്ങൾ. ഞാനോ നിങ്ങളോ പറയണല്ല, ലോകത്ത് മഹാന്മാരായ താബിഈങ്ങൾ, സലഫുസ് സാലിഹീങ്ങൾ 9-നാണ് അഭിപ്രായമുണ്ട്, 18-നാണ് അഭിപ്രായമുണ്ട്, 12-നാണ് അഭിപ്രായമുണ്ട്, 11-നാണ് അഭിപ്രായം. 12 നബി വഫാത്തായി എന്നുള്ള കാര്യത്തിൽ ലോക മുസ്ലിമിന് അഭിപ്രായ വ്യത്യാസമേ ഇല്ല. ഇപ്പൊ നമ്മൾ ഈ ചെയ്യണതോ, നബി വഫാത്തായി എന്ന് ഉറപ്പ് ലോകത്തിനുള്ള ദിവസത്തിലാണ് നമ്മൾ ഈ ആഘോഷമൊക്കെ നടത്തുന്നത്. ആര്? ആജാനബാഹുവായൊരു മനുഷ്യൻ നിലംപതിച്ചു വീണുപോയി. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു മുഹമ്മദിനെ ആരെങ്കിലും ആരാധിച്ചിരുന്നെങ്കിൽ മുഹമ്മദ് ഖദുമാത്, മുഹമ്മദ് ഇതാ മരണപ്പെട്ടിരിക്കുന്നു. എല്ലാവരും ഇങ്ങനെ അങ്കലാപ്പിൽ നിൽക്കുകയാണ്. ആരും വിശ്വസിക്കണില്ല. അപ്പൊ ആത്മമിത്രമായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വന്നിട്ട് നബിയുടെ മുഖത്ത് ചുംബിച്ച് ഏങ്ങി കരഞ്ഞിട്ടുണ്ട്. കരച്ചിലൊക്കെ അടക്കി നിയന്ത്രണ വിധേയമാണല്ലോ ഒരാള്. ആ മനുഷ്യൻ വന്നിട്ട് പുറത്തുനിന്നിട്ട് പറയാൻ, ആരെങ്കിലും അല്ലാഹുവിനെ മാത്രമാണ് ആരാധിച്ചിരുന്നെങ്കിൽ അല്ലാഹു ഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്, ആരെങ്കിലും മുഹമ്മദിനെയാണ് ആരാധിച്ചിരുന്നെങ്കിൽ മുഹമ്മദ് ഇതാ മരിച്ചു കിടക്കുകയാണ് എന്നാണ് വിളിച്ചു പറഞ്ഞ. ഈ പറച്ചിൽ കേൾക്കലും ഒരു മനുഷ്യന് വീണു. ആ വീണ ആളാരാണ്? കിസ്റയും കൈസറയും കേട്ടാൽ കിട്ടുകിട പറക്കണ മനുഷ്യൻ, മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു. തലയിൽ കൈവച്ച് വേറെ ഒരാൾ ചുമരിൽ പിടിച്ചിരുന്നു, ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. എല്ലാവരും കരഞ്ഞു. അന്ന് മദീന കരഞ്ഞതുപോലെ ലോകം പിന്നെ മദീന കരഞ്ഞിട്ടില്ല. 2, മദീന സന്തോഷിച്ചതുപോലെ, നബി വന്നപ്പോൾ മദീന സന്തോഷിച്ചതുപോലെ വേറൊരു ദിവസവും മദീന സന്തോഷിച്ചിട്ടില്ല. നബി വിട പറഞ്ഞപ്പോൾ മദീന കരഞ്ഞതുപോലെ വേറൊരു ദിവസവും കരഞ്ഞിട്ടില്ല. ആ കരഞ്ഞു നമുക്ക് ഉറപ്പുള്ള ദിവസമാണ് നമ്മൾ ഈ മധുരം പായസം കുടിച്ച് സന്തോഷിക്കുന്നത്, ഇല്ലേ? നിങ്ങൾ ആലോചിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. 2, നബി പുണ്യമുള്ള ഒരാഘോഷമാണെങ്കിൽ ആഘോഷം ആര് പഠിപ്പിക്കണം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം. ഈദുൽ ഫിത്തറും ഈദുൽ അദ്ഹയും ആര് പഠിപ്പിച്ചു? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. റസൂൽ 10 വർഷം മദീനയിൽ ജീവിച്ചു, 13 വർഷം നബിയായിട്ട് മക്കയിലും ജീവിച്ചു. ഏതെങ്കിലും ഒരാളുടെ ജന്മദിനം ആഘോഷിക്കരുത്, ആരുടേതും ആഘോഷിക്കരുത്. ഇല്ല, ജന്മദിനം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത് മാത്രമല്ല ഒരാളുടേതും ആഘോഷിക്കരുത് എന്നുള്ളതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം. ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയുന്ന ബിദ്അത്താണ്, ഹറാമാണ്, നിഷിദ്ധമാണ്. സ്വന്തം കുട്ടിയുടേതാണെങ്കിലും ആഘോഷിക്കാൻ പാടില്ല, അതിൽ പങ്കുചേരാൻ പാടില്ല, അതിന് പണം മുടക്കാൻ പാടില്ല. ഇല്ല, ഇത് പഠിപ്പിച്ച റസൂൽ നിങ്ങൾ ആഘോഷിച്ചോളി എന്ന് പറയില്ലല്ലോ എന്തായാലും. ഇല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊരു പുണ്യകരമായ പ്രവൃത്തിയായിരുന്നെങ്കിൽ ഹിജ്റ 300 വർഷം വരെ ലോകത്തത് കൊണ്ടാടുമായിരുന്നു. ആരും ചെയ്തിട്ടില്ല എന്നതിന്റെ അർത്ഥം 300 വർഷം. ഖൈറുൽ ഖുറൂനി ഖർനി, ഏറ്റവും ഉത്തമ നൂറ്റാണ്ട് എന്റെ നൂറ്റാണ്ട്, രണ്ടാമത്തെ എന്റെ തൊട്ടടുത്ത നൂറ്റാണ്ടാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. ഈ 3 നൂറ്റാണ്ടിൽ അതില്ല. ഞാനതിന്റെ വിവാദങ്ങളിലേക്കല്ല പോകുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹത്തിന്റെ അടിസ്ഥാനം ഇത്തിബാഉം ഇതാഅത്തുമാണ്. നിങ്ങൾ ഇത്തിബാഉം ഇതാഅത്തുമാണ്. ഇത്തിബാഇനും ഇതാഅത്തിനും സുബൈക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കുക. എല്ലാ ദിവസവും സുബൈ നിസ്കാരം പള്ളിയിൽ നടക്കുന്നുണ്ട്.
റബീഉൽ അവ്വൽ 12 മാത്രമല്ല സുബഹി ഉള്ളത്. അന്ന് മാത്രം ഒരാൾ വന്നാൽ അയാൾക്ക് ഇത്തിബാഴില്ല, ഹുബ്ബ് മാത്രമേ ഉള്ളൂ. ഹുബ്ബുകൊണ്ട് മാത്രമല്ല രക്ഷപ്പെടില്ല എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. ഇല്ല, ഇത്തിബാ എന്ന് പറഞ്ഞാൽ സുബഹി നമസ്കാരത്തിന് പള്ളിയിലെത്തലാണ്, ജമാഅത്തിന് പങ്കെടുക്കലാണ്. ഇത്തിബാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതാഅത്ത് റസൂൽ. അതാണ് സുബഹി നമസ്കാരത്തിന്റെ ഒന്നാമത്തെ സഫിന്റെ പുണ്യം നിങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ, കാല് രണ്ടും മുറിച്ചിട്ട മനുഷ്യനാണെങ്കിൽ നിങ്ങൾക്ക് ഞരങ്ങി ഒന്നാമത്തെ സഫിലെത്തുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ര പ്രത്യേകത ഇതിനുണ്ട്. റസൂലുള്ളാഹി യാത്രയിൽ സുന്നത്ത് നിസ്കരിക്കാറില്ല. ഇവിടെ സുബഹിന്റെ മുമ്പുള്ള സുന്നത്താര് നിസ്കരിക്കും? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിലും നിസ്കരിക്കും. കാരണം എന്താ? അത്ര പ്രത്യേകത അതിനുണ്ട്, പുണ്യം അതിനുണ്ട്. ഇതൊന്നും ചെയ്യാതെ നമ്മൾ ആലോചിച്ച് നോക്കുക. ഇതുകൊണ്ട് ഈ തമാസീൽ കൊണ്ട്, കോലം കെട്ടൽ കൊണ്ട് ലോകത്ത് നമ്മൾ രക്ഷപ്പെടില്ല.